പ്രതിഭ 2020 ഒക്കെ തുടങ്ങിയോ? 2020 ഏതാ IPL ആണോ അതോ നമ്മുടെ കിഴക്കമ്പലം 2020 ആണോ ഉദ്ദേശിച്ചത്? അങ്ങനെ 2020 ഉണ്ടല്ലോ. പിന്നെ 2020 പ്രാവശ്യം 2 പാർലമെന്റ് മണ്ഡലങ്ങളിലാണ് മത്സരിക്കുന്നത്. ചാലക്കുടിയിലും എറണാകുളത്തും. സജീവ കണ്ടല്ലേ അവരുടെ പ്രകടന പത്രികയാണ്. മരുന്നുകൾക്ക് 50% വിലക്കിഴിവ്, ഭിന്നശേഷിക്കാർക്ക് പെൻഷൻ, അങ്ങനെ വലിയ വാഗ്ദാനങ്ങളൊക്കെ തന്നിരിക്കുന്നത്. കൊള്ളാലോ, വലിയ വാഗ്ദാനങ്ങളാണല്ലോ. കേരളം മുഴുവനും ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റുകൾ സ്ഥാപിച്ച് ഭക്ഷ്യവസ്തുക്കളുടെ വില 50% കുറയ്ക്കും. അതോടൊപ്പം തന്നെ ക്രമസമാധാന നില 6 മാസത്തിനുള്ളിൽ കേരളത്തിലെ കുറ്റകൃത്യങ്ങൾ 80% കുറയ്ക്കും. പക്ഷേ ഇതെന്താ ഇങ്ങനെ? 2026 2020 പാർട്ടി അധികാരത്തിലെത്തിയാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തിനാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത്? നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. കേരളത്തിലെ പ്രധാനപ്പെട്ട പാർട്ടികൾ നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ള സ്ഥാനാർത്ഥികളിൽ ഏറ്റവും ജൂനിയറാണ് എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ 2020 സ്ഥാനാർത്ഥി ആന്റണി ജൂഡി. ആന്റണി ജൂഡി നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള 2ാം ഘട്ട പ്രചാരണത്തിലേക്ക് കടന്നു. ആദ്യത്തെ റൗണ്ട് എന്ന് പറയുന്നത് 7 ദിവസങ്ങളിൽ നീണ്ടു നിൽക്കുന്ന ഒരു പ്രചരണമായിരുന്നു. 7 നിയോജകമണ്ഡലങ്ങൾ കവർ ചെയ്തുകൊണ്ടുള്ളൊരു ഓട്ടമായിരുന്നു. ഇപ്പോൾ ഇൻറ്റൻസീവായിട്ട് 3 ദിവസം ഒരു മണ്ഡലത്തിൽ ചെലവഴിച്ചുകൊണ്ടുള്ളൊരു പ്രചാരണ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 2020 പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന വാഗ്ദാനങ്ങൾ രേഖപ്പെടുത്തിയ നോട്ടീസ് വിതരണം ചെയ്തുകൊണ്ടാണ് പ്രചാരണം. 6 മാസത്തിനുള്ളിൽ കേരളത്തിലെ കുറ്റകൃത്യങ്ങൾ 80% കുറയ്ക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ക്യാമ്പസ് രാഷ്ട്രീയം നിരോധിക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ കേരളത്തിൽ അധികാരത്തിലെത്തിയാൽ മാത്രമേ ചെയ്യാൻ കഴിയുന്നതാണ്. കേരളത്തിൽ അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ മാത്രമല്ല, ഒരു ജനപ്രതിനിധി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഏത് രീതിയിലാണ് ഒരു ഭരണവ്യവസ്ഥയിൽ കൃത്യമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിക്കാൻ പറ്റുമെന്നുള്ളത് കൃത്യമായിട്ടും കാണിച്ചു കൊടുത്തിട്ടുള്ളൊരു പ്രസ്ഥാനം കൂടിയാണ്. അവർക്ക് ഈ പറയുന്ന പാർട്ടിക്ക് ഒരു MLAയോ MP നിലവിലില്ല. പക്ഷേ ഭരിക്കുന്ന പാർട്ടികൾ അല്ലെങ്കിൽ ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ കൃത്യമായിട്ട് എന്താണ് ചെയ്ത് കാണിച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മളൊരു മോഡൽ കൊടുത്തിട്ടുണ്ട്. ആ മോഡൽ ജനങ്ങൾ സ്വീകരിച്ചിട്ടുള്ളതാണ്. ഭാവിയെ കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് 2020 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം. എറണാകുളത്തും ചാലക്കുടിയിലും 2020 സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യം ആരുടെയൊക്കെ സാധ്യതയെ ഇല്ലാതാക്കുമെന്നതാണ് രാഷ്ട്രീയ കൗതുകം. മൽഗോർ സി മോഹനും ബിനു തോമസിനൊപ്പം S. അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.